അപ്പോൾ ഒരു 1000 രൂപ ബഡ്ജറ്റിൽ വരുന്ന IEMs നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ഡിസ്ക്ലെയിമർ എന്ന് പറയുന്നത് ഇതിൽ നിന്നൊരു വലിയൊരു ഹ്യൂജ് ഇപ്പോൾ നിങ്ങളൊരു 2000 രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു IEMs ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും തോന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ഭയങ്കര ബഡ്ജറ്റായിട്ടുള്ള ഹെഡ്ഫോൺസ് അല്ല ഇയർഫോൺസ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1000 രൂപ താഴെ വരുന്ന IEMs യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഡിഫറൻസ് വന്നു. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്, അത്ര നല്ല ബിൽഡ് ക്വാളിറ്റി ഒന്നും ആയിരിക്കില്ല ഈ 1000 രൂപ താഴെ വരുന്ന IEMs. എങ്കിലും നിങ്ങൾക്കൊരു 1 to 2 years ഒക്കെ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന IEMs ആണിത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സജഷൻ കേസിൻ്റെ EDC Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IEM ആണ്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു IEM ആണ്. ഒരു 500-600 ആ ഒരു ബഡ്ജറ്റൊക്കെ ഇതിന് വരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു V-ഷേപ്ഡ് സൗണ്ടാണ്. പിന്നെ ഇതിൽ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും പരിപാടികളൊന്നും അത്ര അടിപൊളിയല്ല. ബട്ട് ഇതിൻ്റെ ടൊണാലിറ്റിയും ആ ഒരു പ്രൈസിൽ ഇത് കേസ് ഇതിനെ ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ അടിപൊളിയാണ്. പിന്നെ EDC Proയുടെ കേബിൾസും കാര്യങ്ങളൊക്കെ വളരെ ബ്രിട്ടിലായിട്ടുള്ളൊരു ബിൽഡാണ്. ഇതിൻ്റെ കേബിളൊന്നും അത്ര നല്ല ക്വാളിറ്റി ഉള്ളതല്ല. പിന്നെ ലുക്സ് ഒരു ഭയങ്കര ബിലോ ആവറേജ് ലുക്സാണ് ഇതിന് വരുന്നത്. പക്ഷേ ഫോർ ദ പ്രൈസ് അത് ഓക്കെയാണ്, അത് നല്ലതാണ്. രണ്ടാമത്തെ സജഷൻ എന്ന് പറയുന്നത് ഫിയോൻ്റെ JD10 എന്ന് പറയുന്നൊരു IEM ആണ്. അപ്പോൾ ഇത് EDC Proനേക്കാളും കുറച്ചും കൂടെ ഒരു നല്ല IEM ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ കേബിൾസും ഒക്കെ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതായത് ആ ഒരു പ്രൈസിൽ ഇതൊരു 800 രൂപയൊക്കെ വരുന്നൊരു IEM ആണ്. അപ്പോൾ ഈ 800 രൂപക്ക് നമുക്ക് കിട്ടാവുന്ന ബെസ്റ്റ് സൗണ്ടിങ് എന്നൊക്കെ തന്നെ പറയാൻ പറ്റും. EDC Pro പോലെ തന്നെ ഇതും ഒരു V-ഷേപ്ഡ് സൗണ്ട് സിഗ്നേച്ചറാണ് ഇതിന് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനൊന്നും നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നാൻ ഒരു വഴിയില്ല. കാരണം ഇതിനും അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് സൗണ്ട് ചെയ്യുന്നതൊന്നും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. ബട്ട് നിങ്ങൾക്കൊരു നല്ല ടൊണാലിറ്റി കിട്ടും, നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ റിട്രീവലൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു IEMൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ലുക്സ് ഭയങ്കര സംഭവമായിട്ടുള്ള എന്നാലും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്നൊരു IEM ആണ്. ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന മോഡൽ എന്ന് പറയുന്നത് CCIൻ്റെ പോളറിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു IEM ആണ്. അപ്പോൾ ഈ CCI പോളറിസിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്കി രണ്ടിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നതിൻ്റെ സൗണ്ട് സിഗ്നേച്ചറാണ്. ഇതിന് ഒരു U-ഷേപ്ഡ് സൗണ്ടാണ് വരുന്നത്. ഇതിന് ഹാർമൻ ടാർഗറ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസിൽ ഹാർമൻ ടാർഗറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അതുകൊണ്ട് ഒരു ലിമിറ്റേഷൻസ് ഉള്ളൊരു ഹാർമൻ ടാർഗറ്റ് ആണ്. എന്ന് വെച്ചാൽ ഹാർമൻ ടാർഗറ്റ് പോലെ അവരതിനെ ഒന്ന് മിമിക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ, അത്യാവശ്യം ഒരു ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനൊക്കെ ഇതിനുണ്ട്. ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷനും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇമ്പിഡൻസ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ ഇച്ചിരി പവർഫുൾ ആയിട്ടുള്ള ഒരു DAC യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കിട്ടും. പിന്നെ ഇതൊന്നും അല്ലാതെ ട്യൂണിങ് സ്വിച്ചസ് ഉണ്ട്. ബാക്കി 2 IEMസിൽ ഈ ട്യൂണിങ് സ്വിച്ചസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് ഒരു ട്യൂണിങ്ങിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിച്ചസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ട്യൂണിങ് നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ വേറൊരു IEM ആണ്. ഇത് സജഷൻ ആയിട്ട് എനിക്ക് വെക്കണമെന്നില്ലായിരുന്നു. പിന്നെ ഈ IEM കുറേ കാലമായിട്ട് ഈ ബഡ്ജറ്റിൽ കിങ് ആയിട്ട് നിന്നൊരു IEM ആണ്. EDX Pro എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IEM. അപ്പോൾ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ലുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ലുക്സ് ഒക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ EDX Pro വാങ്ങിക്കാവുന്നതാണ്. സൗണ്ട് ഏകദേശം സിമിലർ ടു EDC Pro ആണ്. EDC Proനേക്കാളും ഒരു ഇച്ചിരി കൂടെ അത് ചില ആൾക്കാരുടെ ഒരു പ്രിഫറൻസ് പോലെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ ലുക്സ് ഈ ഇത്രയും IEMs പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ട IEM എന്ന് പറയുന്നത് ഈ EDX Pro ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു സജഷൻസ്. ഈ ഒരു 1000 രൂപ ബഡ്ജറ്റിൽ എൻ്റെ സജഷൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിത് വാങ്ങിക്കാനായിട്ടുള്ള ലിങ്ക്, അതായത് ഹെഡ്ഫോൺസ് ഓൺലൈൻ കൺസെപ്റ്റ് കാർഡിലെയും ലിങ്ക്സ് ഞാൻ ഇട്ടേക്കാം.